വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. വഴുതനങ്ങ കൊണ്ട് ചപ്പാത്തിക്ക് പറ്റിയ ഒരു സൈഡ് ഡിഷ് നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം. വയ്ക്കുക, പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒലിവ് ഓയിലാണ്. ഞാനിവിടെ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ടാവും. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇത് വെളുത്തുള്ളി ചതച്ചതാണ്, അത് ഒരു ടീസ്പൂൺ. വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ വഴണ്ടിരിക്കുകയാണല്ലോ, അപ്പം നമുക്കിനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ്. മസാലയൊക്കെ അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ചേർക്കുന്ന ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതാണ്. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വേകണം. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. തക്കാളി ഇവിടെ വെന്തിട്ടുണ്ട്, ഒന്ന് ഇളക്കി നോക്കാം. ഒരു 200 ഗ്രാം വഴുതനങ്ങ ഉണ്ടാവും. അത് ഞാൻ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെച്ച് വഴുതനങ്ങ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊക്കെ ഞാൻ ഇളക്കി കൊടുത്താണ് വഴുതനങ്ങ വേവിച്ചെടുത്തത്. ഇപ്പോൾ വഴുതനങ്ങയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടി പൊടിച്ചതാണ്. അതായത് ഒരു 1/4 കപ്പ് കപ്പലണ്ടി ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം, ഡ്രൈ റോസ്റ്റാണ് ചെയ്തത്, തവയിലൊന്ന് ചൂടാക്കി എടുത്തു. അതിനുശേഷം അത് തണുത്തപ്പം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തു. അതാണിപ്പോൾ ചേർത്ത് കൊടുത്തത്. കപ്പലണ്ടിയും വഴുതനങ്ങയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതൊരു ടേസ്റ്റ് നല്ലൊരു രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. വഴുതനങ്ങ കൊണ്ടുള്ള ഈ ഒരു സബ്ജി അടിപൊളിയാണ് ചപ്പാത്തിക്കൊപ്പം കഴിക്കാനായിട്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം ചപ്പാത്തിക്കൊപ്പം. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. ഇനി ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ്സും ഒക്കെ കിട്ടുന്നതായിരിക്കും. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.